ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ആൻഡ് ഇന്ന് നമ്മൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാത്തൊരു യൂണിറ്റിലെ കുറച്ച് ടോപ്പിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ബയോടെക്നോളജി. നമ്മൾ ഇതുവരെ ബയോടെക്നോളജിയുടെ കോൺസെപ്റ്റ്സ് ഒന്നും പഠിച്ചില്ലായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി പോർഷനിലാണ് ഉള്ളത്. ഇൻട്രൊഡക്ഷനിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇനിഷ്യലി നമ്മൾക്കുണ്ടല്ലോ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പ്രോസസ്സിലോട്ടൊക്കെ ചെല്ലുന്നത് നമ്മൾ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് ബയോടെക്നോളജിയുടെ കോൺസെപ്റ്റും ഹിസ്റ്ററിയും പഠിക്കാനുണ്ട്. ദെൻ വെക്ടേഴ്സിൽ തന്നെ പ്ലാസ്മിഡ്, കോസ്മിഡ്, ബാക്ടീരിയോഫേജ്, ഷട്ടിൽ വെക്ടേഴ്സ് ഇനിയുണ്ട് കുറച്ചും കൂടെ. അത് പക്ഷേ നെക്സ്റ്റ് പാർട്ടിലായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ 60 days കേരള സെറ്റ് എക്സാമിൻ്റെ പുതിയൊരു വീഡിയോ ആണിത്. ബയോടെക്നോളജി റിലേറ്റഡ് ആണ്. അപ്പോൾ ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കും. ഇൻട്രൊഡക്ഷൻ ഈ ഒരു പാർട്ടിൽ തന്നെ കംപ്ലീറ്റ് ആവത്തില്ല. അപ്പോൾ ബയോടെക്നോളജിയുടെ സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടാം, കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു പോകാതെ പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ മെല്ലെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബയോടെക്നോളജി എന്താണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയയിലോട്ട് വരാവേ. അപ്പോൾ ബയോടെക്നോളജി എന്ന് പറയുന്ന വാക്ക് ഏറ്റവും ആദ്യം കോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് 1919 കാൾ എറക്കി എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കളുണ്ടല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അന്ന് ബയോടെക്നോളജിനെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ആക്ച്വലി ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലിവിങ് ഓർഗാനിസംസിനെ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള എന്തെങ്കിലും കെമിക്കൽസ് യൂസ് ചെയ്തിട്ടോ എന്തെങ്കിലും പ്രൊഡക്ട്സോ ടെക്നിക്സോ ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു സയൻസ് ബ്രാഞ്ചിനെയാണ് നമ്മൾ ബയോടെക്നോളജി എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ കഥകളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. യൂഷ്വലി നമ്മൾ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിനെ നമ്മൾ പണ്ട് പിഗ്ഗിൽ നിന്നൊക്കെയാണ് എടുത്തിരുന്നത്. അപ്പോൾ അത് ഭയങ്കര സൈഡ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ബാക്ടീരിയനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അത് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ആവശ്യമുള്ളൊരു സാധനമാണ് ഇൻസുലിൻ. ആൻഡ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിനെയാണ് അല്ലേ. മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു ലിവിങ് ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കെമിക്കലുകളെയോ യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആൻഡ് ടെക്നിക്സിനെയാണ് ഈ ബയോടെക്നോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ബയോടെക്നോളജിന് അഗ്രികൾച്ചർ, ബയോ റെമഡിയേഷൻ, ഫുഡ് പ്രോസസ്സിംഗ്, എനർജി പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഏരിയാസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവേ നമ്മുടെ അഗ്രികൾച്ചറിൽ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, അതുപോലെ ഡ്രോട്ട് റെസിസ്റ്റൻ്റ് വെറൈറ്റീസ്, ഭയങ്കര ഹീൽഡ് തരുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബയോടെക്നോളജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് പ്രോസസ്സിങ് ചെയ്തിട്ട് ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബയോടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് കുറച്ച് ഏരിയാസ് ജസ്റ്റ് മെൻഷൻ ചെയ്തേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമല്ല, നമ്മുടെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരുപാട് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബയോടെക്നോളജിക്കൽ മെത്തേഡ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഒരു കുഞ്ഞ് ഹിസ്റ്ററി നോക്കാം നമ്മുടെ ബയോടെക്നോളജിനെ. ഇതൊരു ഓവർവ്യൂ മാത്രമാണ് കേട്ടോ. 1953 ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ വാട്സൺ ആൻഡ് ക്രിക്കിൻ്റെ ഡബിൾ ഹെലിക്സ് DNA മോഡൽ വരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞ് 1961 to 65 വരെയുള്ള കാലഘട്ടത്തിലാണ് നമ്മുടെ ജനറ്റിക് കോഡ് ഉണ്ടല്ലോ അത് നമ്മൾ പഠിക്കുന്നത്. 1973 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും DNA ക്ലോണിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ക്ലോണിംഗ് അറിയാമല്ലോ, ഫോട്ടോ കോപ്പീസ് ഉണ്ടാക്കുന്നത്. എന്തായാലും നമുക്ക് ക്ലോണിങ്ങിനെ പറ്റിയിട്ടുള്ള വിശദ വിവരങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നിങ്ങളുടെ സിലബസിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്ലോണിങ്ങിനെ പറ്റിയിട്ട് നമ്മൾ അവിടെ കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി 1975 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു. 1977 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഹ്യൂമൻ ജീനോമിന് അല്ലെങ്കിൽ ഹ്യൂമൻ ജീനിനൊക്കെ നമ്മൾ ക്ലോൺ ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ ലേറ്റർ നമ്മൾ 1982 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും റീകോംബിനൻ്റ് ഇൻസുലിനെ നമ്മൾ അപ്രൂവ് ചെയ്തു. അത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അപ്രൂവ് ചെയ്തു. പക്ഷേ ഈ 82 മുതൽ 1999 വരെയുള്ള കാലഘട്ടത്തിൽ അതിനെ നമ്മൾ ഒരുപാട് ക്ലിനിക്കൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് മനുഷ്യർക്ക് ഉപയോഗപ്രദമാണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു. 1999 ആ ഒരു സമയത്തായി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇതിനെ നമ്മൾ ആളുകൾക്ക് യൂസ് ചെയ്യാം, ക്ലിനിക്കലി അക്സെപ്റ്റബിൾ ആണെന്നുള്ളൊരു ഐഡിയയിലോട്ടൊക്കെ എത്തിയത്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് 1986 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ PCR ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എല്ലാവരും PCR ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും നമ്മൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, യെസ്. ഇനി 2000 വർഷം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും 2000 ആൻഡ് 2000 എബവ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മളുടെ ലൈക്ക് ഫാർമോക്കോ ജീനോമിക്സ്, സാധാരണ ജീനോമിക്സ്, ദെൻ ജീൻ തെറാപ്പി അങ്ങനെയുള്ള ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് പാരലലി നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റും കൂടെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, റൺ ചെയ്യുന്നുണ്ടായിരുന്നു. പിടികിട്ടിയാവും. സോ ദിസ് ഇസ് ദ ഐഡിയ. അതിലൊരു കുഞ്ഞ് ബയോടെക്നോളജിയുടെ ഒരു കുഞ്ഞ് ഹിസ്റ്ററിയാണ് നിങ്ങൾ ഈ കണ്ടത്. ഇതല്ല, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്കിവിടെ ഹിസ്റ്ററി പഠിക്കാനുണ്ട്. നമ്മൾ ഇൻ ഡീറ്റെയിൽ ഓരോന്നും ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നുള്ളതാണ് ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ PSC ഒക്കെ പഠിക്കുന്ന പോലെ ഒരുപാട് വർഷങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ കാര്യമായിട്ട് തന്നെ ഒന്ന് മനസ്സിരുത്തി വർഷങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് വൺ ദറ്റ് ഇസ് 1797. ഏറ്റവും ആദ്യം വാക്സിനേഷൻ സംഭവിച്ചത് ഈ ഒരു വർഷത്തിലാണ്. എഡ്വേർഡ് ജെന്നർ ആണ് ഫസ്റ്റ് വാക്സിനേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. സ്മോൾ പോക്സിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കൗ പോക്സിൻ്റെ ആ ഒരു പസ് എടുത്തിട്ട് ഒരു
കുട്ടിയിലേക്ക് അയാൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തു. കുട്ടിക്ക് സ്മോൾ പോക്സ് ഉണ്ടായിരുന്നു, ആൻഡ് അത് കുട്ടിക്ക് വന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അപ്പോൾ ഒരു ഫസ്റ്റ് വാക്സിനേഷൻ്റെ ഒരു ഐഡിയ കൊണ്ടുവന്നത് ഇൻ 1797 എഡ്വേർഡ് ജെന്നർ ആണെന്നുള്ളത് ഓർക്കുക. 1830 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പ്രോട്ടീൻസിനെയൊക്കെ ഡിസ്കവർ ചെയ്തു, സ്ട്രക്ചറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷങ്ങളിൽ 1833 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും ആദ്യത്തെ എൻസൈമിനെ ഡിസ്കവർ ചെയ്തു, ഐസൊലേറ്റ് ഒക്കെ ചെയ്തു. 1865 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രിഗർ മെന്റൽ വന്നു. ഗ്രിഗർ മെന്റൽ അദ്ദേഹത്തിൻ്റെ മെന്റലിയൻ ലോസ് ഒക്കെ പുറത്തുവരുത്തു, ആൻഡ് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ഒക്കെ നടത്തി ഗാർഡൻ പീ പ്ലാന്റ്സിൽ. എന്നിട്ട് നമ്മുടെ ജെനറ്റിക്സ് എന്ന് പറഞ്ഞ സയൻസിൻ്റെ ബ്രാഞ്ചും മാത്തമാറ്റിക്സും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷനും ഡേറ്റയും ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്രിഗർ മെന്റലായിരുന്നു. 1865 ഇത് സംഭവിക്കുന്നത്. ഇനി 1915 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബാക്ടീരിയോ ഫേജസ് ഡെവലപ്പ് ചെയ്തു. ബാക്ടീരിയോ ഫേജസ് ഡിസ്കവർ ചെയ്തു എന്ന് പറയാം. ബാക്ടീരിയോ ഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസസ് ആണ്. അപ്പോൾ ഈ ബാക്ടീരിയോ ഫേജിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു എട്ടുകാലി പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറൊക്കെയാണ്. അപ്പോൾ ആ ഒരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെ പറ്റിയിട്ടുള്ള ഐഡിയ ഒക്കെ 1915 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അത് കഴിഞ്ഞ് 1927 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഹെർമൻ മള്ളർ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റ് മനുഷ്യനിൽ റേഡിയേഷൻ അടിച്ചു കഴിഞ്ഞാൽ ക്രോമസോമിൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്, ക്രോമസോമിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്. സോ റേഡിയേഷൻ ക്രോമസോമിനെ മാറ്റാൻ അത്രയും കെൽപ്പുള്ളതാണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞത് 1927 ഹെർമൻ മുള്ളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. 1944 നമ്മളുടെ ഓസ്വാൾഡ് അവേറി, കോളിൻ മെക്കലോയിഡ്, മെക്ലിൻ മെക്കാർട്ടി ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് മനുഷ്യരിലുള്ള ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ് എന്നുള്ളൊരു ഐഡിയ കൊണ്ടുവന്നത്. 1953 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കൂടെ ഡബിൾ ഹെലിക്കൽ മോഡൽ പറഞ്ഞു. ആൻഡ് അവർ 1962 ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മെഡിസിൻ ആൻഡ് ഫിസിയോളജിയിൽ അവരുടെ നോബൽ പ്രൈസ് മോറിസ് വിൽക്കിൻസും റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ ഒപ്പം ഷെയർ ചെയ്യുന്നത്. പക്ഷേ റോസലിൻഡ് ഫ്രാങ്ക്ലിന് ഓൾറെഡി ആ ഒരു സമയമായി കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ വി ഹാവ് നോട്ട് മെൻഷൻഡ് ദാറ്റ് നെയിം കേട്ടോ. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ മരിച്ചു പോയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനും കൂടെ 1962 മെഡിസിൻ ഓർ ഫിസിയോളജിയിൽ എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. അങ്ങനെ പിന്നെ 1955 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഇൻസുലിൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രെഡറിക് സാങ്കർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രെഡറിക് സാങ്കറിൻ്റെ കാര്യം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ 1955 ഫ്രെഡറിക് സാങ്കർ ഇൻസുലിൻ്റെ ആ ഒരു അമിനോ ആസിഡ് സീക്വൻസിനെ ഡെവലപ്പ് ചെയ്തു. 1958 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മൾ DNA ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തതാണ് ടെസ്റ്റ് ട്യൂബിൽ DNA ഉണ്ടാക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖത്തിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. കാരണം അതിൻ്റെ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ചെയിനകത്തൊരു അമിനോ ആസിഡിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് ഇത്രയും വലിയ അസുഖത്തിന് കാരണം എന്നൊക്കെയുള്ളൊരു പിടുത്തം നമുക്ക് മനസ്സിലാവുന്നത് ഏകദേശം 1958 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ്. 1971 നമ്മൾ ഒരു ജീനിനെ എങ്ങനെ സിന്തസൈസ് ചെയ്യാം എന്നുള്ളതൊരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഒക്കെ ഡിസ്കവർ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ DNA ഒക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എൻസൈംസ് ലൈക്ക് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻസൈംസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള എൻസൈംസിനെയൊക്കെ നമ്മൾ 1971 കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ ജീൻ ക്ലോണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയയിലോട്ട് എത്തുന്നത് തന്നെ. ദെൻ 1973 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഈ കട്ട് ആൻഡ് പേസ്റ്റ് മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആവശ്യമുള്ളൊരു DNA പീസ് നമ്മൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക, ആവശ്യമുള്ള മറ്റൊരു ജീനിലോ മറ്റൊരു DNAയിലോ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മളതിനെ ലൈഗേറ്റ് ചെയ്യുക. DNA ലിഗേസ് എന്ന് പറഞ്ഞിട്ടൊരു എൻസൈം ഉപയോഗിച്ച് നമ്മൾ ലിഗേറ്റ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ആ ഒരു റെസ്ട്രിക്ഷൻ എൻസൈം യൂസ് ചെയ്തിട്ടുള്ള കട്ട് ആൻഡ് പേസ്റ്റ് പരിപാടികളൊക്കെ 1973 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 പേരുടെ പേരും നിങ്ങൾ കാര്യമായിട്ട് ഓർത്ത് വയ്ക്കണം കേട്ടോ. 1973 കോഹർട്ടും ബോയറും. ഓക്കെ, 1975 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജോർജ് സ്കൂലറും സീസർ മിൽസ്റ്റീനും കൂടെ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തു, മോണോക്ലോണൽ ആൻറ്റിബോഡീസ് ഡെവലപ്പ് ചെയ്യാനുള്ളത്. ഭയങ്കര സ്പെസിഫിക് ആയിട്ടുള്ള പ്യൂരിഫൈഡ് ആൻറ്റിബോഡീസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ടെക്നിക്കായിരുന്നു ഇത്. ആൻഡ് അവർ ഈ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് 1984 ഫിസിയോളജി ആൻഡ് മെഡിസിനിൽ നോബൽ പ്രൈസിന് അർഹരായി. അവർ മാത്രമായിരുന്നില്ല, നീൽസ് ജെർനെ എന്ന് പറഞ്ഞിട്ടൊരു സയൻറ്റിസ്റ്റും കൂടെ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ 3 പേർക്കും കൂടെ കൂടിയിട്ടാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി 1981 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ജെനിക് ആനിമൽസിനെ ഡെവലപ്പ് ചെയ്തെടുത്തു. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ DNA മാനിപ്പുലേറ്റഡ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ DNA മാനിപ്പുലേറ്റഡ് ആണെങ്കിൽ എന്നെ ഒരു ട്രാൻസ്ജെനിക് ആനിമലായിട്ട് കരുതാൻ പറ്റും. നമ്മൾ ഈ എക്സ്പെരിമെൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഗിനിയ പിഗ്, മൈസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ജീൻസ് മാനിപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ട്രാൻസ്ജെനിക്
ട്രാൻസ്ജനിക് അനിമൽസിനെ യൂസ് ചെയ്യുക, അവരിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ജനിക് അനിമലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1981 നമ്മൾ ഒരു എലിയിലേക്ക് മറ്റ് അനിമൽസിൽ നിന്നുള്ള ജീൻസിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ജീനോമിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തു. അങ്ങനെ ഏറ്റവും ആദ്യത്തെ ട്രാൻസ്ജനിക് ആയിട്ടുള്ള മൈസ് 1981 ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ഈ ട്രാൻസ്ജനിക് ആനിമൽസിനെ കൊണ്ട് ഭയങ്കര ഉപയോഗമാണ്, നമ്മൾ വഴിയെ പഠിക്കും. പിന്നെ 1983 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും PCR നമ്മൾ കണ്ടുപിടിച്ചു. ഒരുപാട് കോപ്പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള PCR ആ ഒരു മെത്തേഡ് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് അതിന് ഈ 1983 നടന്ന കണ്ടുപിടുത്തത്തിന് 1993 കാരി മുള്ളിസ് അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ ആളുകളും കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാവർക്കും കൂടെ നോബൽ പ്രൈസ് കിട്ടിയത്. അത് കെമിസ്ട്രിയിലാണ് അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, 1993 അത് അവാർഡ് ചെയ്യുന്നത്. 1983 ഈ PCR ഡിസ്കവറി നടക്കുന്നത്. ഇനി 1986 നമ്മൾ ഏറ്റവും ആദ്യത്തെ റീകോംബിനൻറ്റ് വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് അപ്രൂവ് ചെയ്തു. ഹ്യൂമൻസിന് അത് യൂസ്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ അപ്രൂവ് ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയുള്ള അസുഖങ്ങൾക്കെതിരെയുള്ളൊരു വാക്സിൻ ആയിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മളുടെ ആൻറ്റി ക്യാൻസർ ഒരു ഡ്രഗ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി 1987 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് പ്ലാന്റ്, ലൈക്ക് വൈറസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോസ് അങ്ങനെയുള്ളതിനെയൊക്കെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1987 എന്ന് പറഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലൊക്കെയാണ്. ഇത് ഏറ്റവും ആദ്യം നടന്നിട്ടുള്ള കഥയാണ് കേട്ടോ ഈ പറയുന്നത്. 1990 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മനുഷ്യൻ്റെ കംപ്ലീറ്റ് ജീനോം ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. ആൻഡ് 1994 ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ടൊമാറ്റോസിനെ US ഏറ്റവും ആദ്യം സോൾഡ് ചെയ്തു നമ്മൾ. അതിൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വൈറസ് റെസിസ്റ്റൻ്റ് ടൊമാറ്റോസിനെ അപ്രൂവ് ചെയ്യുന്നത് 1987 അത് സോൾഡ് ചെയ്യുന്നത്, വിൽക്കുന്നത് US അത് 1994 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ്. 1997 ഡോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷീപ്പിനെ ആളുകൾ സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തു. അത് ആക്ച്വലി ക്ലോൺഡ് ആയിട്ടുള്ളൊരു ആനിമലാണ്. ലൈക്ക് അമ്മയുടെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഷീപ്പായിരുന്നു ഡോളി എന്ന് പറയുന്നത്. 2002 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വേർഷനൊക്കെ ഡെവലപ്പ് ചെയ്തു. മനുഷ്യൻ്റെ ഹ്യൂമൻ്റെ ജീനോംസ് എത്രയൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ ഒക്കെ 2002 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിടികിട്ടിയോ? യെസ്, ഇതാണ് ഒരു ബേസിക് എന്താ പറയുക ഒരു ഐഡിയ നമ്മളുടെ ഹിസ്റ്ററി ഓഫ് നമ്മുടെ ബയോടെക്നോളജിയുടെ പിടികിട്ടിയോ? ഇനി 1998 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ സ്റ്റെം സെൽസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഹ്യൂമൻ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഒക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഡിസീസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും സെൽസ് ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയിലോട്ടൊക്കെ എത്തുന്നത് 1998 ഈ ഹ്യൂമൻ എംബ്രിയോണിക് സ്റ്റെം സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ കൂടെയാണ്. 2003 നമ്മൾ സാസ് ഡെവലപ്പ് ചെയ്തു. സാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം വൈറസ്. ഇതാണ് സാസ് കോവിഡ് വൈറസ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, ആ ഒരു വൈറസിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആൻഡ് ഈ വൈറസ് നമ്മൾ ഏകദേശം ഡിസ്കവർ ചെയ്ത് 3 ആഴ്ചകളിൽ നമ്മൾ സീക്വൻസും കൂടെ ചെയ്തെടുത്തു. ഭയങ്കര മൈൽ സ്റ്റോൺ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ 2003 നമ്മൾ സാസ് കോവിഡ് വൈറസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തത്. കോവിഡിൻ്റെ ആ ഒരു വൈറസ് ഈ ഒരു കാറ്റഗറിയിൽ ബിലോങ് ചെയ്തെന്ന് മാത്രമല്ല കേട്ടോ, അതല്ലാതെ അത് സെയിം ആണെന്നല്ല, ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. 2004 ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ക്ലോൺഡ് പെറ്റ്, ഒരു പൂച്ചക്കുട്ടിയായിരുന്നു അത് ഡെവലപ്പ് ചെയ്ത് അതിനെ കോപ്പി കാറ്റ് എന്ന് വിളിക്കുക അല്ലെങ്കിൽ CC എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതിന് നമ്മൾ ഓണർക്ക് കൊടുത്തു. ക്ലോൺഡ് പെറ്റാണത്, ഏറ്റവും ആദ്യത്തെ ഒരു പൂച്ചയാണത്. അതിൻ്റെ പേര് കോപ്പി കാറ്റാണ് കേട്ടോ, ഓർത്ത് വെച്ചേക്കണം. ഇനി 2006 ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ളൊരു വാക്സിനൊക്കെ നമ്മൾ ഡിസ്കവർ ചെയ്തു. FDA അതിനെ അപ്രൂവ് ചെയ്തു. ആൻഡ് ഈ വൈറസാണ് നമ്മൾക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിട്ടുള്ള പ്രധാനമായിട്ടും ജെനിറ്റൽ വാർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു വൈറസാണ്. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് നമ്മളുടെ സർവൈക്കൽ ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഈ വൈറസാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ളൊരു റീകോംബിനൻറ്റ് വാക്സിനൊക്കെ 2006 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, വി ഡെവലപ്ഡ് കേട്ടോ. നമ്മൾ ആ ഒരു സമയത്താണിത് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ഓർക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളുടെ ലൈക്ക് ഹിസ്റ്ററിയിൽ നമ്മൾ പറയുന്നത്. ഇത്രയും മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. ഹിസ്റ്ററി പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടും ഡീറ്റെയിൽ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതുണ്ടല്ലോ, ദാറ്റ് ഈസ് അബൌട്ട് വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെ നമുക്ക് വെക്ടർ എന്ന് വിളിക്കാം. ഇപ്പോൾ അസുഖങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു വെക്ടറാണല്ലോ. പക്ഷേ ഇവിടെ ബയോടെക്നോളജിക്കലി നമ്മൾ സംസാരിക്കുമ്പോൾ ജെനറ്റിക് മെറ്റീരിയലിനെ ഒരു സെല്ലിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് വെക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ലൈക്ക് ജെനറ്റിക് മെറ്റീരിയലിനെ എന്തെങ്കിലും ഒരു പോർഷൻ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ അതിനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ട്രാൻസ്ഫറിങ് പരിപാടിയിൽ ഒരു വാഹകർ പോലെ ഒരു വാഹകർ എന്നാണ് നമ്മളതിനെ മലയാളത്തിൽ വിളിക്കുക. ലൈക്ക് അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ പോലെയാണ് വെക്ടർ എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മളുടെ ക്ലോണിങ് പരിപാടികളിലൊക്കെ നമ്മൾ ഈ വെക്ടേഴ്സിനൊക്കെ ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സെല്ലുണ്ടായിരുന്നു,
ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ സെല്ലിലോട്ട് നമ്മൾക്ക് ഇപ്പോൾ ലൈക്ക് വേറെ ഏതെങ്കിലും ഒരു ജീവിയുടെ എന്തെങ്കിലും ഒരു ഫീച്ചർ നമ്മൾക്ക് കൊണ്ടുവരണം എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ആ ജീവിയിൽ നിന്ന് നമ്മൾ ഈ ജീൻ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. ഈ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള സാധനത്തിന് നമ്മൾ വെക്ടർ മുഖാന്തരം നമ്മുടെ മനുഷ്യൻ്റെ സെല്ലിലോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. തനിയെ നമ്മൾക്ക് ഈ ഒരു ജീനിനെ കൊണ്ടുവന്ന് മനുഷ്യൻ്റെ സെല്ലിലോട്ട് വെക്കുക ഒന്നും പോസിബിൾ ആവില്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെക്ടർ നമുക്കതിന് നമ്മളുടെ മനുഷ്യൻ്റെ സെല്ലിനകത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് വെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഓട്ടോണോമസ് റെപ്ലിക്കേഷൻ. കേട്ടോ, സ്വന്തമായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാനൊരു എബിലിറ്റി അതിനുണ്ട്. ആൻഡ് നമ്മളൊരു വെക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഭയങ്കര ചെറുതായിരിക്കണം, കാരണം ഹോസ്റ്റിൻ്റെ ജീനോമിനകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വലിയ സൈസിലുള്ളതൊന്നും പറ്റത്തില്ല. അപ്പോൾ ലാർജ് സൈസ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കത് പ്രോപ്പറായിട്ട് നമ്മുടെ ഹോസ്റ്റിൻ്റെ സെല്ലിനകത്തോട്ടോ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ ആ ഒരു ബോഡിയിലോട്ട് ജീനോമിനകത്തോട്ടൊന്നും ഇൻസേർട്ട് ചെയ്യാൻ പോസിബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ സൈസുള്ള ഒരു വെക്ടർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഈസിലി ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതും പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതുമായിരിക്കണം ഒരു വെക്ടർ എന്ന് പറയുന്നത്. ആൻഡ് അത് മാത്രമല്ല പല പല പരിപാടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് റീകവർ ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ വേണം. എളുപ്പത്തിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റണം, പ്യൂരിഫൈ ചെയ്യാൻ പറ്റണം, റിക്കവർ ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം. പിടികിട്ടിയാ? ഓക്കെ. ഇനി ഭൂരിഭാഗം വരുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് അവർക്കൊരു ജീൻ ഉണ്ടായിരിക്കും. ആ ജീൻ കാരണം അവർക്ക് ആൻറ്റിബയോട്ടിക്സിനെതിരെയുള്ളൊരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോട്ടീനെതിരെയുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ അവർക്കുണ്ടായിരിക്കും. ഐദർ ആൻറ്റിബയോട്ടിക്സിനെതിരെ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ഒരു എബിലിറ്റി ഒക്കെ ഉള്ളൊരു ജീൻ എല്ലാ വെക്ടേഴ്സിനും ഉണ്ടായിരിക്കും. ആൻഡ് ഇങ്ങനെയുള്ളൊരു ജീനിനെയാണ് നമ്മൾ മാർക്കർ ജീൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. യൂഷ്വലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണെങ്കിലും ഈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റി ആണെങ്കിലൊക്കെ നമ്മളതിനെ മാർക്കർ ജീൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പിടികിട്ടിയോ? പിന്നെ അത് മാത്രമല്ല, ചില വെക്ടേഴ്സിനകത്ത് നമ്മൾക്കൊരു റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ ഉണ്ട്. റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന DNA പീസ് ഉണ്ടല്ലോ, ആ DNA ഇൻസേർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്ന സ്പെഷ്യലായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റിനെയാണ് യുണീക്ക് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന DNA അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ യൂസ് ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു റീജിയൻ കൺസിഡേർഡ് ആയിട്ട് നമ്മൾ വിളിക്കുന്നത് ഇറ്റ് ഇസ് യുണീക്ക് റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നിഷൻ സൈറ്റ് എന്നാണ്. ആൻഡ് ഇവിടെ 2 ടൈപ്പ് വെക്ടേഴ്സാണ് നമ്മൾക്ക് പ്രധാനമായിട്ടുള്ളത്, ക്ലോണിംഗ് വെക്ടേഴ്സും എക്സ്പ്രഷൻ വെക്ടേഴ്സും. ഈ 2 വെക്ടേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് ചെറിയൊരു ഐഡിയ നോക്കാം. ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൈക്ക് ജനറ്റിക് എലമെൻസിനകത്തൊക്കെ യൂഷ്വലി സാധാരണയായിട്ട് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സാണത്. യൂഷ്വലി ഒരു ചെറിയ ജീനോമിക് DNA പീസോ അല്ലെങ്കിൽ ഒരു DNA ജീൻ ക്ലോണിങ്ങിൻ്റെ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ ക്ലോണിംഗ് വെക്ടേഴ്സ് യൂസ്ഫുൾ ആണ്. ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആണ്. അവർ ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക ഐദർ ഒരു ജീനോമിക് DNA പീസ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു cDNA ആയിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ജീൻ ക്ലോണിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ DNA അവർ ഹോസ്റ്റ് സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് എക്സ്പ്രഷൻ വെക്ടർ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ക്ലോണിംഗ് വെക്ടറാണ്. ഇവിടെ നമ്മൾക്ക് കുറച്ച് റെഗുലേറ്ററി സീക്വൻസസ് ഉണ്ടായിരിക്കും. ഇവരാണ് പൊതുവേ ഒരു ക്ലോൺഡ് ആയിട്ടുള്ള ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പോലെയുള്ള പരിപാടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്ലോൺഡ് ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ പോലെയുള്ള പരിപാടികൾക്ക് ആവശ്യമായിട്ടുള്ള റെഗുലേറ്ററി സീക്വൻസ് അടങ്ങുന്ന ഒരു ക്ലോണിംഗ് വെക്ടറാണ് എക്സ്പ്രഷൻ വെക്ടർ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ക്ലോണിംഗ് വെക്ടേഴ്സാണ് ഇന്ന് പഠിക്കുന്നത്. നമ്മൾ ഈ പറയാൻ പോകുന്ന പ്ലാസ്മിഡ് കോസ്മിഡ് ഒക്കെ ക്ലോണിംഗ് വെക്ടേഴ്സിൻ്റെ കാറ്റഗറിയിൽ പെടുന്നവരാണ് കേട്ടോ. അപ്പോൾ ക്ലോണിംഗ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളുടെ റീകോമ്പിനൻ്റ് DNA റെപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇത് നടക്കുന്നത് ഹോസ്റ്റ് സെൽസിലാണ്. പിടികിട്ടിയോ? അത് മാത്രമല്ല നമ്മളുടെ ഒരു DNA സെഗ്മെൻറ്റ് നമ്മളൊരു ഹോസ്റ്റിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ DNA സെഗ്മെൻറ്റ് ഹോസ്റ്റിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഹോസ്റ്റ് സെൽസ് ആണ് പ്രോപ്പറായിട്ട് ഈ ഒരു DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലോണിംഗ് വെക്ടേഴ്സ് ആക്ച്വലി എന്താണ് ഹെൽപ്ഫുൾ ആണ്. പിടികിട്ടിയോ? അപ്പോൾ അങ്ങനെ ഒരു ഹെൽപ്പ് ക്ലോണിംഗ് വെക്ടറിൻ്റെ സൈഡിൽ നിന്നുണ്ട്. ഇനി ഒരു 4 ടൈപ്സിലാണ് നമ്മൾ ക്ലോണിംഗ് വെക്ടേഴ്സിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. പ്ലാസ്മിഡ്, കോസ്മിഡ്, ബാക്ടീരിയോഫേജസ് ആൻഡ് ഷട്ടിൽ വെക്ടേഴ്സ്. ഇങ്ങനെ 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്ലാസ്മിഡ്സിനെ പറ്റിയിട്ടാണ്. ഇവർ ആക്ച്വലി നമ്മളുടെ ലൈക്ക് അഗൈൻ പറയുന്ന ലൈക്ക് യൂഷ്വലി നമ്മൾ പറഞ്ഞ പോലെ ഓട്ടോണമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആയിട്ടുള്ള വെക്ടേഴ്സാണ്. പക്ഷെ അവരുടെ ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ ചെറുതായിരിക്കും. എക്സ്ട്രാ ക്രോമസോമൽ സർക്കുലർ DNA മോളിക്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, സപ്പോസ് ഒരു ഈക്കോളൈ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ ഈക്കോളയിൽ അതിന് സ്വന്തമായിട്ടുള്ളൊരു DNA അതിനുണ്ടായിരിക്കും. യൂഷ്വലി നമ്മളുടെ ബോഡിയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ളൊരു DNA ഉണ്ടായിരിക്കും. അത് കൂടാതെ എക്സ്ട്രാ ഒരു DNA ഉണ്ടായിരിക്കും, അത് സർക്കുലർ ഷേപ്പിലുള്ളൊരു DNA ആയിരിക്കും. അങ്ങനെ എക്സ്ട്രാ കാണുന്ന സർക്കുലർ ഷേപ്പിലുള്ളൊരു DNAനെയാണ് നമ്മൾ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഈ പ്ലാസ്മിഡിനെ നമ്മൾ പ്ലാസ്മിഡ് എന്ന് മാത്രമല്ല നമ്മൾ അതിനെ വർക്ക് ഹോഴ്സ് ക്ലോണിംഗ് വെക്റ്റർ എന്നും കൂടെ വിളിക്കാറുണ്ട്. റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ ഇതിനെ വർക്ക് ഹോഴ്സ് ക്ലോണിംഗ് വെക്റ്റർ എന്നും കൂടെ വിളിക്കാറുണ്ട്. പിടികിട്ടിയോ? പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഹോസ്റ്റിൻ്റെ DNA ഈ ഒരു റീകോമിനൻ്റ് DNA സെപ്പറേറ്റ് ചെയ്യാനും അതിനെ വെച്ച് കൊടുക്കാനൊക്കെ പ്ലാസ്മിഡിൻ്റെ ചെറിയ സൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സോ ഓൾവേസ് പ്ലാസ്മിഡ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും എന്നുള്ളത് ഓർക്കുക. യൂഷ്വലി പ്ലാസ്മിഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 1000 അല്ലെങ്കിൽ ഒരു കുറച്ച് തൗസൻഡ്സ് ഓഫ് ബേസ് പെയർസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ഏകദേശം ഒരു 100 കിലോ ബേസസ് വരെയൊക്കെ അതിൻ്റെ ഒരു സൈസ് വരും. ആൻഡ് യൂഷ്വലി നമ്മളുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത് ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലാസ്മിഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ഓക്കെ. പ്ലാസ്മിഡ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻസർട്ടഡ് ആയിട്ടുള്ള DNA ക്യാരി ചെയ്യും. ആൻഡ് ഈ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന DNA എന്ന് പറയുന്നത് ഏകദേശം 20 KB ഒരു സൈസ് ഉള്ളതായിരിക്കും. കാരണം നമ്മുടെ പ്ലാസ്മിഡിൻ്റെ സ്റ്റെബിലിറ്റിയും ക്ലോണിങ് എഫിഷ്യൻസിയും ഒക്കെ കുറയും. വെക്ടറിൻ്റെ സൈസിനുള്ള വ്യത്യാസങ്ങൾക്കനുസരിച്ച് നമ്മുടെ പ്ലാസ്മിഡിൻ്റെ ക്ലോണിങ് എഫിഷ്യൻസി സ്റ്റെബിലിറ്റി ഒക്കെ ഡിക്രീസ്ഡ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാസ്മിഡ് ക്യാരി ചെയ്യുന്ന ആ ഒരു DNA എന്ന് പറയുന്നത് ലെസ് ദാൻ 20 KB ഉള്ളൊരു DNA ആയിരിക്കും അത് ക്യാരി ചെയ്യുന്നുണ്ടായിരിക്കുക. അതൊന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ദാറ്റ് ഈസ് ലൈക്ക് നമ്മളെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാസ്മിഡ്സ് ഉണ്ട്. അവർക്കെല്ലാം പല ടൈപ്പിലുള്ള സെലക്റ്റീവ് മാർക്കേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ കുറച്ച് കോമൺ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കർ ജീനൊക്കെ പഠിച്ചില്ലേ, അത് തന്നെ കുറച്ച് കോമൺ ആയിട്ടുള്ള മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. പിന്നെ അത് കൂടാതെ ബീറ്റ ഗലക്ടോസിഡേസ് എന്ന് പറഞ്ഞാൽ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയും അവർക്ക് കാണാറുണ്ട്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാസ്മിഡ്സ് എന്ന് പറഞ്ഞാൽ PBr 322 ആണ് നമുക്ക് ഏറ്റവും ആദ്യം അറിയാവുന്നതും ഏറ്റവും കോമൺ ആയിട്ടുള്ളതും. പിന്നെ അതുപോലെ തന്നെ P ബ്ലൂ സ്ക്രിപ്റ്റ്, PUC അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ഈക്വലായി ഹോസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്ലാസ്മിഡ്സ് ആണ്. കുറച്ച് എക്സാമ്പിൾസ് ആണ്, ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്ലാസ്മിഡ്സിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ദാറ്റ് ഈസ് അബൌട്ട് കോസ്മിഡ്. കോസ്മിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടേഴ്സ് തന്നെയാണ്, പക്ഷേ ഹൈബ്രിഡ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ അവരിനകത്തൊരു പ്ലാസ്മിഡും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല ഫേജ് ലാംഡ വെക്ടേഴ്സും അതിനകത്തുണ്ടായിരിക്കും. ഹൈബ്രിഡ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ 2 സാധനങ്ങളോ അല്ലെങ്കിൽ 2 കൂടുതൽ സാധനങ്ങളോ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ ഇതിനകത്ത് പ്ലാസ്മിഡും ഉണ്ട്, ഫേജ് ലാംഡ വെക്ടേഴ്സും ഉണ്ട്. ആൻഡ് ഇവർ ഏകദേശം ക്യാരി ചെയ്യുന്നത് 42 KB വരെ സൈസുള്ള ഒരു DNA ആണ്. പ്ലാസ്മിഡ് 20 KB വരെയല്ലേ ക്യാരി ചെയ്തോളൂ. ഇവരൊരു 42 KB വരെയുള്ള DNA ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. പിടികിട്ടിയോ? ഇനി കോസ്മിഡ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളുടെ പ്ലാസ്മിഡ് വെക്ടർ ഉണ്ടല്ലോ, പ്ലാസ്മിഡ് വെക്ടറിലേക്ക് ഫേജ് വെക്ടറിൻ്റെ കോസ് റീജിയനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നത് കൂടെയാണ് കോസ്മിഡ് വെക്ടേഴ്സ് ഉണ്ടാവുക. പ്ലാസ്മിഡ് വെക്ടേഴ്സിലേക്ക് ഫേജ് വെക്ടറിൻ്റെ ആരാന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. ആ ഫേജ് വെക്ടറിൻ്റെ കോസ് റീജിയൻ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കോസ്മിഡ് വെക്ടേഴ്സ് ഉണ്ടാവുക. പൊതുവേ ഇവരൊരു കുറച്ച് സൈസ് കൂടുതലുള്ള ഒരു വെക്ടേഴ്സാണ്. ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 400 ബേസ് പെയർ മുതൽ 30 KB വരെയൊക്കെയാണ്. ആൻഡ് യൂഷ്വലി അവർ ക്യാരി ചെയ്യുന്ന DNA സീക്വൻസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 28 to 46. അപ്പോൾ എന്തായാലും നമ്മളുടെ പ്ലാസ്മിഡിനേക്കാൾ കൂടുതൽ സൈസിലുള്ളവരെ ഇവർ ക്യാരി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ കോസ്മിഡ് വെക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തേക്കുന്നതുണ്ടല്ലോ, അവർക്ക് ഇതുപോലെ ലാർജ് സൈസ് ആയിട്ടുള്ള DNA മോളിക്യൂൾസിനെ ക്യാരി ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. പ്ലാസ്മിഡ്സിന് ക്യാരി ചെയ്യാൻ പറ്റാത്ത ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള DNA മോളിക്യൂൾസിനെ ക്യാരി ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോസ്മിഡ് വെക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. പിടികിട്ടിയോ? ഇവർ ഹൈബ്രിഡ് വെക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഹോസ്റ്റ് സെൽസിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. പ്ലാസ്മിഡ് പോലെ തന്നെ ഒരു റെപ്ലിക്കേഷനൊക്കെ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോസ്മിഡ് വെക്ടേഴ്സിനകത്ത് ഒരുപാട് ഫേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും ഉണ്ടാവില്ല. ചില സിഗ്നൽ സീക്വൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. ഫേജ് ഹെഡ് സ്റ്റഫിംഗ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചില സിഗ്നൽ സീക്വൻസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഒരുപാട് ഫേജ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും കോസ്മിഡ് വെക്ടേഴ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കുക. പിടികിട്ടിയോ? ആൻഡ് നമ്മളുടെ ഈ ഹൈബ്രിഡ് സ്ട്രക്ചറാണ് ഒരു കോസ്മിഡിനുള്ളത് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഫേജ് ഹെഡിനെ നമ്മളുടെ ലൈക്ക് ഡോണർ DNA ഉണ്ടല്ലോ, ട്രാൻസ്ഫർ ചെയ്യുന്ന ഡോണർ DNA ഒക്കെ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് നമ്മൾ പൊതുവേ ഈ കോസ്മിഡ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. PHC 79 അത് PBr 322 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാസ്മിഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കോസ്മിഡാണ് PHC 79 എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിടികിട്ടിയോ?
ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ലൈക്ക് പല പല വലിയ വലിയ ഹൈബ്രിഡ്സിനെയൊക്കെ റിക്കവർ ചെയ്തെടുക്കാനും അതിനെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ റിക്കവർ ചെയ്തെടുക്കാനും ഒക്കെ ഈ ഒരു കോസ്മെറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. എനിവേ, ആ ഒരു കുഞ്ഞ് എക്സാമ്പിളും ഇതിൻ്റെ ഒരു ജനറൽ ഐഡിയ മാത്രം നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോസ്മെറ്റിനെ പറ്റിയിട്ടുള്ളത്. ദെൻ കംസ് ബാക്ടീരിയോഫേജ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബാക്ടീരിയനെ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്ന കുറച്ച് വൈറസുകളുണ്ട്. അതിനെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് അവരെന്ത് ചെയ്യുന്നറിയാമോ, എഫിഷ്യൻ്റ്ലി ഇതിനെ ട്രാൻസ്ഫോം ചെയ്ത് വലിയ ലാർജ് ഇൻസേർട്ട്സ് ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ അതിനെ ട്രാൻസ്ഫോം ചെയ്യും. വലിയ വലിയ ലാർജ് ആയിട്ടുള്ള ഇൻസേർട്ട്സിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ തന്നെ ട്രാൻസ്ഫോമിങ് എബിലിറ്റിയൊക്കെയുള്ള വൈറസുകളെയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ബാക്ടീരിയോഫേജിനെ ചുമ്മാ ഫേജ് എന്ന് പറഞ്ഞാലും മതി. അവരുടെ ട്രാൻസ്ഫോർമേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഭയങ്കര ജാസ്തിയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് DNA സെഗ്മെൻറ്റ്സ്, പ്രത്യേകിച്ച് റീകോമിനൻ്റ് DNA സെഗ്മെൻറ്റ്സിനകത്തൊക്കെ ഏതെങ്കിലും ഒരു ക്ലോണിനെയൊക്കെ റീകവർ ചെയ്തെടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പൊതുവെ ഈ ബാക്ടീരിയോഫേജിനെ എന്ത് ചെയ്യാറുണ്ട്, വിൽ ബി യൂസിങ് ഇറ്റ്. പിടിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫേജ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ, വലിയ വലിയ യൂക്കാരിയോട്ടിക് ജീൻസിനെയും റെഗുലേറ്ററി എലമെൻസിനെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ ഫേജിന് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്വാണ്ടിറ്റി DNA ഒക്കെ നമ്മൾക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാനും പിന്നെ അങ്ങനെ അനാലിസിസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഫേജസ് ഹെൽപ്ഫുൾ ആണ്. എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ് നേരത്തെ നമ്മൾ കോസ്മെറ്റിൽ കണ്ട ഫേജ് ലാംഡ എന്ന് പറയുന്നത്. ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ക്ലോണിങ് വെക്ടർ ആണത് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിടികിട്ടിയ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേജ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് ക്ലോണിങ് വെക്ടേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ക്ലോണിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫേജ് വെക്ടേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ക്ലോണിങ് പരിപാടികളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ഫേജസ് ആണ് M13 എന്ന് പറയുന്ന ഫേജ്, ദെൻ ലാംഡ ഫേജ്, P1 ഫേജ്, അങ്ങനെയുള്ള കുറച്ച് ഫേജസ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കാം, ദാറ്റ് ഇസ് ദ ലാസ്റ്റ് വൺ, വിച്ച് ഈസ് ഷട്ടിൽ വെക്ടേഴ്സ്. ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവർ റെപ്ലിക്കേഷൻ്റെ ഒറിജിൻ, ഒറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലേ, ഒറി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ഈ ഒറി എന്ന് പറയുന്നത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്നിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ഹോസ്റ്റുകൾക്കിടയിൽ ഇങ്ങനെ ഷട്ടിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ് നമ്മളതിനെ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത് തന്നെ. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോസ്റ്റിൽ നിന്നിട്ട് ഒറി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വെക്ടേഴ്സിനെ നമ്മൾ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ, ആൻഡ് ഈ വെക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിനകത്ത് DNA പ്ലാസ്മിഡ്സ് ഉണ്ടായിരിക്കും. യൂഷ്വലി നമ്മളുടെ മാമൽസിൻ്റെ സെല്ലിലും ബാക്ടീരിയൽ സെൽസിലൊക്കെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള DNA പ്ലാസ്മിഡ്സ് ആയിരിക്കും ഈ വെക്ടറിനകത്ത് ഉണ്ടാവുക. യൂഷ്വലി ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഹൈബ്രിഡ് വെക്ടർ എന്നുള്ള രീതിയിലാണ്. കുറച്ച് DNA സീക്വൻസസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. മാമലിൻ്റെ ബോഡിയിൽ എഫക്റ്റ് ചെയ്യുന്ന വൈറസിൽ നിന്നിട്ടും അതുപോലെ ബാക്ടീരിയൽ പ്ലാസ്മിഡിൽ നിന്നിട്ടൊക്കെ നമ്മൾ ഐസൊലേറ്റ് എടുത്തിട്ടുള്ള DNA സീക്വൻസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഹൈബ്രിഡ് വെക്ടേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഇത് ഫംഗ്ഷൻ ചെയ്യാറുണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഈ വെക്ടേഴ്സിനകത്ത് 3 ഫങ്ഷണൽ DNA സീക്വൻസസ് ഉണ്ടായിരിക്കും. ഇതാണ് യൂഷ്വലി ക്ലോണിംഗ് പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. 3 DNA സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറൽ ആയിട്ടുള്ള റെപ്ലിക്കേഷൻ ഒറിജിൻ ഉണ്ടായിരിക്കും, ഒരു ബാക്ടീരിയൽ റെപ്ലിക്കേഷൻ ഒറിജിൻ ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഡ്രഗ് റെസിസ്റ്റൻസ് ജീൻ ഉണ്ടായിരിക്കും. ഈ റെപ്ലിക്കേഷൻ്റെ സൈറ്റ്സ് പല സൈറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ സെൽസിലും അങ്ങനെയുള്ള സെൽസിലൊക്കെ ഈ വെക്ടേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഷട്ടിൽ വെക്ടേഴ്സ് ഉണ്ട്. എന്ത് ടൈപ്പ് റെപ്ലിക്കേഷൻ സിസ്റ്റമാണ് ഈ വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷട്ടിൽ വെക്ടേഴ്സിൻ്റെ ആ ഒരു കാറ്റഗറി ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. യൂഷ്വലി നമ്മൾ പറയുന്ന 3 ഷട്ടിൽ വെക്ടേഴ്സാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ട്രാൻസിയൻ്റ്ലി റെപ്ലിക്കേറ്റിംഗ് ഷട്ടിൽ വെക്ടേഴ്സ്. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി നമ്മുടെ ഹ്യൂമൻസിൻ്റെ സെൽസിൽ അവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി വലിയൊരു T ആൻറ്റിജൻ ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ട്രാൻസിയൻ്റ്ലി റെപ്ലിക്കേറ്റിംഗ് ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തേതാണ് എപ്പിസോമൽ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവർ പൊതുവേ നമ്മുടെ സെൽ ലൈൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്. യൂഷ്വലി അവർ പെർമനൻ്റ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യും. പ്ലാസ്മിഡിൻ്റെ രൂപത്തിലായിരിക്കും, പ്ലാസ്മിഡ് DNA രൂപത്തിലായിരിക്കും അവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ പ്ലാസ്മിഡ് DNAക്കകത്ത് ഒരു ഇൻസേർട്ടഡ് DNA ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതെന്തിനാണ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സെൽ ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എപ്പിസോമൽ ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി മൂന്നാമത്തതാണ് ഇൻറ്റഗ്രേറ്റഡ് ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി നമ്മളുടെ ചില സെൽ ടൈപ്സ് ഒക്കെ ആയിട്ട് ഫ്യൂസ് ചെയ്തതിന് ശേഷം മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യുന്നവരാണ് ഇൻറ്റഗ്രേറ്റഡ് ഷട്ടിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ഫ്യൂസ് ചെയ്യുന്നത് ജീൻ എക്സ്പ്രഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്.
പിടികിട്ടിയോ? അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷട്ടിൽ വെക്ടേഴ്സ് ഉണ്ട്. ട്രാൻസിയൻ്റ്ലി റെപ്ലിക്കേറ്റിംഗ്, എപ്പിസോമൽ, ദെൻ ഇൻ്റഗ്രേറ്റഡ്. ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം, കാര്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിടികിട്ടിയോ? യെസ്. ഇങ്ങനെയാണ് നമ്മളുടെ ഇന്നത്തെ കഥകൾ. ഒരല്പം ടഫായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്കറിയാം, കാരണം ഇതൊന്നും നമുക്ക് കണ്ടുപരിചയമില്ല, നേരിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ട് മനസ്സിലാക്കാത്ത കാര്യങ്ങളെ നമ്മൾക്ക് ഡൈജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ മനസ്സുവെച്ചാൽ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റും എന്നുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബയോടെക്നോളജി പഠിക്കുന്നത് തന്നെ. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബയോടെക്നോളജിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എനിവേ എല്ലാ വെക്ടേഴ്സിൻ്റെയും ഒരു ജനറൽ ഐഡിയയും കുറച്ച് എക്സാമ്പിൾസ് ഉണ്ടെങ്കിൽ എക്സാമ്പിൾസും, ടൈപ്സ് ഉണ്ടെങ്കിൽ ടൈപ്സും ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, യെസ്. ആൻഡ് ഒരു വിവരം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സെറ്റിൻ്റെ സീരീസായിട്ട് ഒരു ഷോർട്സ് ഒരു സീരീസ് പോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം പോസ്റ്റായിട്ട് എനിക്കത് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കാൻ പറ്റില്ലല്ലോ ഷോർട്സ് ആകുമ്പോഴത്തേക്കും. നിങ്ങൾ ഇടയ്ക്ക് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 3 മിനിറ്റിനുള്ളിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നടക്കുന്നിടത്തോളം അല്ല, പറ്റുന്നിടത്തോളം ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിവേ രാത്രി 8 മണിക്കായിരിക്കും ഞാനത് അപ്പ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ അതിനകത്ത് പറയുന്നത് മോസ്റ്റ്ലി ഇത്രയും വർഷങ്ങളായിട്ട് സെറ്റിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും ഇതിന് ചോദ്യം ഉണ്ടാകും എന്നുള്ള കോൺസെപ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ലൈക്ക് നമ്മുടെ എപ്പിക്കൾച്ചർ അങ്ങനത്തെ സംഭവങ്ങളില്ലേ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബയോളജിക്കൽ റിതംസ്, അങ്ങനെയുള്ളതൊക്കെ ചില ടോപ്പിക്സൊക്കെ ഭയങ്കര റിപ്പീറ്റഡ് ആണ്. PCR അതൊക്കെ റിപ്പീറ്റഡ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള റിപ്പീറ്റഡ് ടോപ്പിക്സിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഷോർട്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക. രാത്രി 8 മണിക്കാണ് ഞാനത് എയർ ചെയ്യുന്നുണ്ടായിരിക്കുക. 6 മണിക്ക് നമ്മളുടെ യൂഷ്വൽ വീഡിയോ, ലോങ് വീഡിയോ, ദെൻ 8 മണിക്ക് ഷോർട്സ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷനുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐഡിയും സോഷ്യൽ മീഡിയ IDs ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.